ഹലോ, പാത്തുട്ടിയുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറേ ദിവസം ഉണ്ട് ലീവ്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ എത്തിയിട്ട് വേണം തീരുമാനിക്കാൻ എവിടേക്കാണ് ട്രിപ്പ് പോണേന്നൊക്കെ. ചുരം ഇറങ്ങണോണ്ട് തന്നെ ഞങ്ങൾ രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഞാനൊരു ബലത്തിനായിട്ട് 2 ഓറഞ്ച് കയ്യിൽ പിടിച്ചു. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയിലൊക്കെ പാത്തുട്ടിക്ക് ഇത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പുളിയുള്ളത് അങ്ങ് കഴിക്കുമ്പോഴേ ആ മത്തൊക്കെ അങ്ങ് മാറിക്കൊള്ളുമല്ലോ എന്ന് വെച്ചിട്ടേ വളവും തിരിവും കഴിഞ്ഞ് താഴോട്ട് എത്തിയ വശം തന്നെ ഒരു എനർജി ബൂസ്റ്റർ എന്നോണം ഞങ്ങൾ കരിക്ക് കുടിച്ചു. അങ്ങനെ പോയി കോയമ്പത്തൂരൊക്കെ എത്തിയപ്പോൾ ഉച്ചയായി. ലഞ്ച് കഴിക്കാനല്ല, ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിക്കാണ് കേട്ടോ പോണത്. ശ്രീദേവി ടെക്സ്റ്റൈൽസ് എന്നാണ് പേര്. അപ്പോൾ ഒരു ഇടുങ്ങിയ വഴി കൂടെ നടന്ന് ഞങ്ങൾ ആദ്യം കണ്ട വലിയ ബിൽഡിങ്ങിലേക്ക് കയറി. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഈ ഒരു ബിൽഡിംഗ് മൊത്തം സാരി മാത്രമേ ഉള്ളൂ. ഈ സാരിയോട് വലിയ ക്രേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ഓപ്പോസിറ്റുള്ള വേറൊരു ബിൽഡിങ്ങിലേക്ക് പോയി. ഇവിടെയായിരുന്നു ചുരിദാർ, പിന്നെ വേറെ പല ടൈപ്പ് ക്ലോത്ത്സ് ഒക്കെ ഉള്ളത്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം പിക്ക് ചെയ്തു. പേട്ടൻ സൈഡിലിരുന്നുകൊണ്ട് ഈ ഒരെണ്ണത്തിൽ ഒതുക്കേണ്ടത് ഈ 2-3 എടുത്തോ വസു എന്നൊക്കെ. ഇവനിങ്ങനെ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴേ എനിക്ക് അപ്പം ഡൗട്ട് തോന്നും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് മിനിമം കിട്ടണമെങ്കിലും അവൻ ചോദിക്കും. ഇതത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കേസൊന്നുമില്ലായിരുന്നേ. അവനുണ്ടല്ലോ ഇവിടുത്തെ ഫ്രീ ഫുഡ് കഴിക്കണം. ഫ്രീ ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് എന്തെങ്കിലും തുണിത്തരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലുമായിട്ട് ക്യാഷ് കൗണ്ടറിൽ പോവുക. എന്നിട്ട് ഇവരുടെ ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡ് കൂപ്പൺ ചോദിക്കുക. അങ്ങനെ അതും കൊണ്ടിട്ട് ഇവരുടെ തന്നെ ഡൈനിങ് ഹാൾ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ നമുക്ക് കഴിക്കാം. ഞാൻ എക്സാജറേറ്റ് ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ, ഭയങ്കര സിമ്പിൾ ഒരു സദ്യയാണെന്ന് കരുതി പോയതാണ്. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ 2 തോരൻ, പപ്പടം, പിന്നെ ഉഴുന്നുവട പോലത്തെ ഒരു വട ഉണ്ടായിരുന്നു. ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും പുളിക്കുളമ്പും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ വെജിറ്റബിൾ പുലാവ് വന്നു വിത്ത് സാലഡ്. രസവും തൈരും വേറെ വന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടി സമൃദ്ധിയായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴുണ്ട് വീണ്ടും ഒരാൾ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സസ് ആയിട്ട് വെച്ചുകൊണ്ട് പോണു. എന്തിനാണെന്നറിയോ? പായസത്തിനായിട്ട്. നല്ല പരിപ്പ് പ്രഥമനായിരുന്നു. വണ്ടിയിൽ വെച്ച് ബണ്ണൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ പാത്തുട്ടിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ചോറിനേക്കാട്ടിലും അവൾക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ പാത്തു അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണായിരുന്നു. ഞാനും ഏട്ടനും പിന്നെ സദ്യ കണ്ടിട്ടുണ്ടെങ്കിൽ വിടുവില്ല. കഴിച്ച് ഇല നക്കി തുടച്ചാലേ സമാധാനമാവുള്ളൂ. അയ്യോ, സദ്യയെ കുറിച്ച് വർണ്ണിച്ച് ഞാനിവിടുത്തെ ഡ്രസ് കളക്ഷനെ കുറിച്ച് പറയാൻ മറന്നുപോയി. നല്ല അടിപൊളി സെലക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽസിലൊക്കെ വെറൈറ്റി കുറേ കളേഴ്സൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ മനസ്സും വയറൊക്കെ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് വിട്ടു. വണ്ടിയിലത്തെ ക്യാമറ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേരളം എത്തുന്നതിന് മുമ്പ് തന്നെ അത് ശരിയാക്കാന്ന് വെച്ചിട്ട് കോയമ്പത്തൂർ തന്നെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ അത് കാണിച്ച് ശരിയാക്കി. തിരക്കൊക്കെ കഴിഞ്ഞ് പതിയെ വീട് എത്തിയപ്പോൾ രാത്രി 9 മണി ആയിട്ടാ. വീട്ടിലെത്തിയ വശം തന്നെ പാത്തു എൻ്റെ അനിയൻ്റെ ബോക്സിംഗ് ഗ്ലൗസ് ഇട്ടിട്ട് പഞ്ചിങ് ബാഗും ഇടിയായിരുന്നു. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി കൂടി ഒന്ന് വലുതായിട്ട് വേണം കിക്ക് ബോക്സിംഗ് ഒക്കെ ഒന്ന് പഠിപ്പിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ശരി, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം കേട്ടോ. ബൈ.